പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3-ാം അധ്യായം 55-ാമത്തെ വചനവുമായിട്ടാണ്, അതിലെ വിഷയവുമായിട്ടാണ്. അതിൽ പറയുന്ന വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. ഈ വായനയെക്കുറിച്ച് ഇനി പറയേണ്ടതില്ലല്ലോ, അതൊരു ആശയപരമായ വൈജ്ഞാനികമായ വായനയാണ്. എന്ന് പറഞ്ഞാൽ അതിലെ യുക്തിഭദ്രതയുണ്ട്, അതിലെ പ്രായോഗികതയുണ്ട്. ഏത് കാലഘട്ടത്തിലും അത് പ്രായോഗികമാണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഞാൻ എൻ്റെ പഠനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ, ഈ തലത്തിലേക്കുള്ള ഒരു പഠനത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഒരു 10-25 വർഷം മുമ്പ്. അതുവരെ പാരമ്പര്യ വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ എന്നോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്, വചനങ്ങൾ. ഈ ഖുർആനിലെ ഒരുപാട് വചനങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നീ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ, നീ അങ്ങനെയാണ്, ഇത് യുക്തിഭദ്രമാണ്, ഇത് പ്രായോഗികമാണ്, ഇത് മാനവികമാണ് എന്നൊക്കെ നീ പറയുന്നത് ശരിയാണെങ്കിൽ എന്നെ നീ എങ്ങനെ മനസ്സിലാക്കും എന്ന് ഇതിൽ ആയിരക്കണക്കിന് വചനങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോടും ഇതിലെ വചനങ്ങൾ ഓരോന്നും ചോദിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ ഒരു വചനമാണ് ഈ 55-ാമത്തെ ഈ വചനം. അതായത് 3-ാം അധ്യായം 55-ാമത്തെ വചനം. ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അതിന്റെ അർത്ഥം ഇമ്രാൻ കുടുംബം എന്നൊക്കെയാണ്. അത് വിശദീകരിക്കാം. അപ്പൊ ഇതിൽ പറയുന്ന വിഷയം, ഈസയെ അള്ളാഹു ഉടലോടെ ഏറ്റെടുക്കുകയും എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുകയും ആകാശത്തേക്ക് ഉയർത്തുകയും അങ്ങനെ 7-ാം ആകാശത്തിനപ്പുറത്ത് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. അതിന്റെ അപ്പുറത്താണല്ലോ ഇപ്പൊ അള്ളാഹു ഇരിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണല്ലോ. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഇലാഹ് അങ്ങനെയാണല്ലോ നമ്മുടെ ഉള്ളിൽ. ആ ഇലാഹിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടെന്നും ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴും ഇരിക്കുന്നുണ്ടെന്നും അവസാന കാലഘട്ടത്തിൽ ആ ഈസ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന് ഭരണം നടത്തുമെന്നുമൊക്കെയാണ് നമ്മൾ കുട്ടിക്കാലത്ത് പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണ്. അത് തെറ്റാണ്. അത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ ഒക്കെ പിഴച്ചവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ നരകാവകാശികളാണെന്നൊന്നും വിധി പറയാൻ ഞാൻ ആളല്ല. അവരുടെ ബോധ്യാണത്. അങ്ങനെ നമ്മളും അങ്ങനെ, നമുക്ക് അത് ആ രൂപത്തിൽ ബോധ്യപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്. ആ ബോധ്യത്തിലാണ് അവര്. അപ്പൊ അവരുടെ ബോധ്യമാണ് അവർ എടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും. അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകേണ്ടതും. ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരം വചനങ്ങൾ, നിരവധി വചനങ്ങൾ, ഇത്തരം വചനങ്ങൾ നമ്മളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ, ഇത് യുക്തിഭദ്രമാണ്, പ്രായോഗികമാണ്, ഏത് കാലഘട്ടത്തിലും ഏത് മനുഷ്യനും പ്രായോഗികമാക്കാൻ പറ്റിയ വചനങ്ങളാണ് ഇതിലുള്ളത് എന്ന് പറയുമ്പോൾ ഈ വചനത്തെ നിങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കും? അത് ഈസയെ സംബന്ധിച്ച് നടന്നൊരു കാര്യമാണ്. അതിപ്പോ ആ വചനം ഇപ്പൊ നമുക്ക് പ്രായോഗികമൊന്നുമല്ല. നിങ്ങളെ ആരെങ്കിലും വധിക്കാൻ വന്നാൽ നിങ്ങളെ അള്ളാഹു ഉടലോടെ ഏറ്റെടുത്ത് ആകാശത്തേക്ക് നിങ്ങളെ ഉയർത്തുവോ? അതൊന്നും ഇപ്പൊ സംഭവിക്കുന്ന കാര്യമല്ല. അത് ഈസയെ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ എന്ന് നമുക്ക് സമാധാനം അടയേണ്ടി വരും. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാകുമോ? പിന്നെ എന്താണ് നിങ്ങൾ ഇത് എല്ലാ വചനങ്ങളും ഇതിൽ പ്രായോഗികമാണ് എന്ന് പറയുന്നത് എന്ന് ഈ വചനം നമ്മോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉത്തരം കണ്ടെത്തലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ ലക്ഷ്യം. അതിൽ പറയുന്നത് വൈദ ഖാല അല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക എന്നാണ് പറയുന്നത്. അള്ളാഹു ഈസയോട് പറഞ്ഞു, ഈസയെ നിന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ട അർത്ഥം.
പൂർണ്ണമായും എന്നുള്ളത് ശരിയാണ്, മരിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല, മരിപ്പിച്ച് ഏറ്റെടുക്കും എന്ന് പറയുന്നത് ശരിയാണ്. കാരണം വഫ എന്ന് പറയുന്ന റൂട്ടിൽ നിന്ന് വന്ന ഒരൊറ്റ വാക്കിനും ഖുർആനിൽ മരിപ്പിക്കുക എന്നർത്ഥമല്ല. രണ്ട് സ്ഥലത്ത് ഇവർ മരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഇവിടെയാണ്, നിന്നെ പൂർണ്ണമായും ഏറ്റെടുക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക ഞാനാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് അള്ളാഹു യതവഫൽ അംഫുസ എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. അത് കഴിഞ്ഞ എന്റെ ക്ലാസ്സിൽ ഞാൻ അത് വിശദീകരിച്ചതാണ്. അതായത് മൗത്തിന്റെ സമയത്ത് അള്ളാഹു നഫ്സുകളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഫിസിക്കലായി മരിക്കുന്ന വേളയിൽ അള്ളാഹു അവന്റെ മനസ്സുകളെ പൂർണ്ണമായിട്ടും അള്ളാഹുവാണ് ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കുട്ടിക്കാലത്ത് പഠിപ്പിക്കപ്പെട്ടത്. അതായത് കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്തും ഒക്കെ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെ, നാം പഠിച്ചു വെച്ചത് അങ്ങനെയാണ്. പക്ഷെ ഒരാളുടെ മൗത്ത് എന്ന് പറയുന്നത്, ഒരാളുടെ മൗത്ത് നഫ്സിന്റെ മൗത്ത് എന്ന് പറയുമ്പോ ഞാൻ എന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഞാനുണ്ടല്ലോ. എല്ലാവരുടെ ഉള്ളിലും ഒരു ഞാനുണ്ട്, ഞാൻ എന്ന ആ ഈഗോ. അതാണ് പ്രശ്നക്കാരൻ, അതാണ്. അവിടെയാണ് പിന്നെ അവന് സ്വാർത്ഥത വരുന്നത്, അവനിൽ ദുഷിച്ച ചിന്തകൾ വരുന്നവനാണ്, വെറുപ്പ് വരുന്നത് അപ്പോഴാണ്. അങ്ങനെ എന്തൊക്കെ നെഗറ്റീവുകളുണ്ടോ അതൊക്കെ അവനിൽ ഉണ്ടാക്കി തീർക്കുന്ന ആ ഞാനുണ്ടല്ലോ, അത് മരിക്കുമ്പോ അവനിൽ പിന്നെ ആത്മജ്ഞാനത്തിന്റെ പൂർണ്ണത കൊടുക്കുന്നത് അള്ളാഹുവാണെന്നാണ്. അപ്പൊ വഫ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ പദങ്ങൾക്കും ഖുർആനില് പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതാണ് ഇബ്രാഹിമുല്ലദി വഫ എന്ന് പറഞ്ഞ ആ വഫ എന്ന വാക്കിൽ നിന്ന് ഔഫു എന്ന് പറയുമ്പോഴും അതന്നെയാണ്, പൂർത്തീകരിക്കൂ എന്നാണ്. അത് കൈലാണെങ്കിലും മീസാനാണെങ്കിലും. വൽ യൂഫു എന്ന് പറയുമ്പോഴും പൂർത്തീകരിക്കട്ടെ അവരെന്നാണ്. എന്താ നുദൂറഹും, അവരുടെ നെതിറുകൾ പൂർത്തീകരിക്കട്ടെ എന്നാണ്. ഈ വചനത്തിന്റെ ഒരു വചനം കൂടി കഴിഞ്ഞ് ഇത് 55 അപ്പൊ 57-ാമത്തെ വചനത്തിൽ ഫയുവഫിയഹും ഉജൂറഹും എന്ന് പറയുന്നത് അവരുടെ ഉജൂറ് അവൻ പൂർത്തീകരിച്ചു കൊടുക്കും തന്നെയാണ് പറയുന്നത്. അപ്പൊ ഉടലോടെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അവരിലൊക്കെ ആത്മജ്ഞാനത്തിന്റെ പൂർണ്ണത കൊടുക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നീ മുതവഫീക എന്ന് പറഞ്ഞ ഇതൊന്നും അല്ലെങ്കിൽ ഈ വചനത്തിലെ കുറച്ച് ശാരീരികവും കുറച്ച് ആത്മീയവും എങ്ങനെയാണ്. ഇനി തൊട്ട വാക്ക് എന്താണ്? റാഫിയോ കൈലയ്യ എന്നാണല്ലോ. എനിക്ക് ഒക്കെ എൻ്റെ പഠനകാലത്ത് ഉണ്ടായ സംശയങ്ങളിൽ ഒന്നായിരുന്നു ഈസനെ ഈ ഉയർത്തിയ കാര്യം. ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംശയമായിരുന്നു ഇത്. മറ്റൊരു സംശയമായിരുന്നു മുഹമ്മദിനെ ഒരൊറ്റ രാത്രി കൊണ്ട്, ആ ഹദീസുകളിലൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കും അവിടെ നിന്ന് തല വേറെയും ഉടല് വേറെയുമായ ഒരു ജീവി, ബുറാക്ക് എന്ന് പറയുന്ന ജീവിയുടെ മുകളിൽ പുറത്തു കയറ്റി കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തുന്ന വേഗത്തിൽ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ ആകാശത്തേക്ക് പോയി അവിടെ പോയി വന്നു എന്ന് പറയുന്ന ആ ഒരു കഥയുണ്ടല്ലോ. പക്ഷെ അതിന്റെ പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ അത് മുഹമ്മദിന്റെ ആത്മീയ യാത്രയായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി ആണോ അല്ലേ എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം, ആരാണ് ആ യാത്ര നടത്തിയത് എന്നുള്ളത്. ആരായാലും ശരി, ആ യാത്ര, ആ മേറാജ് തന്റെ ഉർജൂന്, തന്റെ നൂനിലേക്ക്, തന്റെ അസ്തിത്വത്തിലേക്ക്, തന്റെ ദാത്തിലേക്കുള്ള, തന്റെ തന്നെ ഉള്ളിലേക്കുള്ള ഒരാളുടെ യാത്രയായിരുന്നു അത് എന്ന് മനസ്സിലാക്കിയപ്പോ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും അനുഭവിച്ചറിയാനുമാണ് സാധിച്ചത്. അപ്പൊ എനിക്ക് അനുഭവിച്ചറിയാനും കഴിഞ്ഞു അത്. എന്നതുപോലെ തന്നെയാണ് ഈ ഈസയെ കുറിച്ച് പറയുന്ന ഈ വിഷയവും. ഈസയെ ഉയർത്തുക എന്ന് പറയുമ്പോൾ ആത്മീയ ജ്ഞാനത്തിലേക്കാണ് ഉയർത്തുന്നത്. എന്നിലേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം
ഈ ഏഴാനാകാശത്ത് അപ്പുറത്ത് ഒരു കസേരയിലിരിക്കുന്ന അള്ളാഹുവിലേക്ക് എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണെന്നാണ് എനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയാത്തത്. അത് സത്യത്തിൽ നമ്മുടെ തന്നെ ആത്മീയ ഉള്ളിലേക്കുള്ള യാത്രയാണത്. നമ്മുടെ തന്നെ പൈശാചികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള നമ്മുടെ ഉയർച്ചയാണത്. ഖുർആൻ തന്നെ പറയണല്ല തബക്കൻ തബക്ക് എന്നല്ല, നിങ്ങളെ ഞാൻ പടിപടിയായി ഉയർത്തിക്കൊണ്ടുപോകും. അത് ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള നമ്മുടെ ശാരീരികമായ കയറലാണോ? അല്ലല്ലോ. ലതർക്കബുന്ന തബക്കൻ തബക്ക്, ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ ഉയർത്തുന്ന അവരുടെ ആത്മീയ ജ്ഞാനത്തിന്റെ പടിപടിയായുള്ള കയറിപ്പോക്കാണ് സൂചിപ്പിക്കുന്നത്. എന്താ ഇത് മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം എന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിളായ ഒരു കാര്യം. ഞാൻ എന്നെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ട് ലജ്ജിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-25 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നീ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു ലജ്ജ തോന്നുന്നുണ്ട് ഇപ്പോഴും. ഇപ്പൊ ഖുർആൻ തന്നെ പറയുന്നത് യർഫഉല്ലാഹുല്ലദീന ആമനു വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് എന്ന് പറയുമ്പോൾ എന്താ? വിജ്ഞാനം നൽകപ്പെട്ട മോമിനുകളെ അള്ളാഹു ദറജാത്തുകൾ ഉയർത്തുന്നു എന്ന ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മുടെ ശാരീരികമായി ഇപ്പൊ ഇവിടെ ഇരിക്കണം, ഇനി ഒരു മീറ്റർ മുകളിലേക്ക് നമ്മളെ കയറ്റിയിരുത്തുന്നതാണോ ഒരു ദറജ, ഒരു സ്റ്റെപ്പ്? അവരെ വൈജ്ഞാനികമായ അവരുടെ ആത്മീയമായ ഉയർച്ചയല്ലേ അത് സൂചിപ്പിക്കുന്നത്? എന്താണ് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കാത്ത? എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇദ്രീസിനെ വറഫഅനാഹു മക്കാനൻ അലിയ എന്ന് പറയുമ്പോ എന്താണ്? ഏതെങ്കിലും ഉയർന്ന ഒരു കെട്ടിടത്തിന്റെ 100, 50, 100, 200 ഒക്കെ നിലയുള്ള ഒരു ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു എന്നല്ലല്ലോ ഉന്നതമായ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ഇദ്രീസിന്റെ വൈജ്ഞാനികമായ ആത്മീയമായ മാനസികമായ ആ തലത്തെ അല്ലേ, ആത്മീയ തലത്തെ അല്ലേ അവിടെ ഉയർത്തുന്നത്? അവൻ മാനവികതയിലേക്കുള്ള അവന്റെ ഉയർച്ചയെ അല്ലേ സൂചിപ്പിക്കുന്നത്? ലൂത്ത് അലൈഹി ഇസ്ലാമിന്നി മുഹാജിറുൻ ഇലല്ലാ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ വിട്ട് ദൈവത്തിലേക്ക് പോകാന്ന് പറഞ്ഞ ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്കോ ഈ ഭൂമി വിട്ട് ആകാശത്തിരിക്കുന്ന അള്ളാഹുവിലേക്ക് ഞാൻ പോകുക അല്ലല്ലോ അതിന്റെ അർത്ഥം. ഇബ്രാഹിം മിന്നി ദാഹിബുൻ ഇലാ റബ്ബി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ആകാശത്തിരിക്കുന്ന ഏഴാനാകാശത്തിനപ്പുറത്തിരിക്കുന്ന ഒരു റബ്ബിന്റെ അടുത്തേക്ക് പോകുക എന്നല്ലല്ലോ, തൻ്റെ ഉള്ളിലേക്ക് തന്നെയുള്ള യാത്രയല്ലേ അത്. ഞാൻ എന്നതിനെ വിട്ടിട്ട് അവന്റെ ഉള്ളിലെ ദൈവികതയിലേക്കുള്ള യാത്രയല്ലേ ഇതൊക്കെ. മൂസ പറയുന്നുണ്ട് ഇന്ന മഴി റബ്ബി, എന്റെ റബ്ബ് എന്റെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ അപ്പൊ മൂസ ഏഴാനാകാശത്ത് എത്തിയിരിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ ഇതൊക്കെ നമ്മൾ ഉടനീളം ഖുർആനിൽ ഉടനീളം ഇത്തരം ചോദ്യങ്ങൾ നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് അങ്ങനെയാണോ 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 എന്ന് ഇത് വായിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ചോദ്യം എങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. യുഹാജർ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഹിജറ ഒരാൾ പോയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശത്തേക്ക് പോയാൽ എന്നല്ലല്ലോ, ഏഴാനാകാശത്ത് അപ്പുറത്തിരിക്കുന്ന അള്ളാഹുവിലേക്ക് എന്നല്ലല്ലോ, തന്റെ തിന്മകളിൽ നിന്നല്ലേ അവൻ യാത്ര പോകുന്നത്, തന്റെ അജ്ഞതകളിൽ നിന്നല്ലേ അവൻ യാത്ര പോകുന്നത്, അതിനെ വിട്ടിട്ടല്ലേ പോണത്. വിശാലമായ ഒരു അർത്ഥതലമല്ലേ അതിനൊക്കെ പറയാൻ കഴിയുന്നത്. ഇതൊക്കെ നമുക്ക് പ്രായോഗികമാക്കിക്കൂടെ? ഇവിടെ അപ്രായോഗികത. അതിന് ഈ ഈസ എന്ന് പറയുന്ന തലം തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ഈസ എന്ന് പറയുന്ന തലം പ്രാരംഭ തലമാണ് ഒരാളുടെ. മനുഷ്യബുദ്ധി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തലമാണത്. ആദമ് എന്ന് പറയുന്ന മനുഷ്യബോധതലത്തിന്റെ ആദ്യ പടിയാണെങ്കിൽ ഈസയിലേക്കാണ്
ആദമിൽ നിന്ന് യാത്ര പോകുന്നത്. ഒരു മനുഷ്യന്റെ അഖില് ഫആലും അക്ബറുമായി തീരുന്ന വേളയിലാണ് ഒരു മനുഷ്യൻ ഈസയായി മാറുന്നത്. അഖ്ലുൽ ഫആൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന ആ ഈസ എന്ന വാക്ക്, സഈ എന്ന വാക്കും അക്ഷരങ്ങളും ഒരേ അക്ഷരങ്ങളാണ്. അതാണ് ഫസ്ഔ, നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ്, അതേ അക്ഷരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈസ എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത്. അത് അഖ്ലുൽ ഫആലാണ്. നിരന്തരം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിയെയാണ്, അത്തരം ഒരു തലത്തിലേക്ക് ഒരാൾ ഉയരുമ്പോഴാണ് അത് ഈസ എന്ന തലത്തിലേക്ക് മനുഷ്യൻ ഉയരുന്നത്. ഈസബിന് മറിയം എന്ന് പറയുമ്പോ അവിടെ ബയ്യിനാത്ത് ലഭിക്കുന്നു, റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെടുന്നു. ഈസബിന് മറിയം എന്ന് പറയുമ്പോൾ ആ തലത്തിലേക്കാണ് എത്തുന്നത്. അത് ഖുർആൻ പറയുന്നുണ്ട്. ഈസബിന് മറിയം എന്ന് അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത്, നിനക്ക് ഞാൻ ബയ്യിനാത്ത് നൽകുകയും, അദ്ദേഹത്തിന് ഞാൻ ബയ്യിനാത്ത് നൽകുക, ഈസബിന് മറിയമിന് ഞാൻ ബയ്യിനാത്ത് നൽകുകയും വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, മുഖദ്ദസായ വ്യാജങ്ങള് കലരാത്ത പരിശുദ്ധമായ ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഈസക്കന്നെ 7 മേഖലകളുണ്ട്. ഈസ ഇബ്നു മറിയം, ഈസബിന് മറിയം, അൽ മസീഹ്, അൽ മസീഹ്ബിന് മറിയം, അൽ മസീഹ് ഈസബിന് മറിയം, എങ്ങനെ പോകുന്നു. ഓരോ മേഖലകളിലും കൊടുത്ത അറിവുകളെ കുറിച്ച് ഖുർആൻ വ്യത്യസ്ത രൂപത്തിലാണ് പറയുന്നത്. അതൊക്കെ വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ് വേറെ. അതാണ് ഇന്നി ഈസ എന്ന് പറയുന്ന തലം ആയിട്ടുള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഇന്നി മുതവഫീക്ക്, അപ്പൊ തന്നിട്ടില്ല, നിനക്ക് ഞാൻ ആത്മജ്ഞാനത്തിന്റെ, ആത്മീയമായ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ നിന്നെ എത്തിക്കും. നിന്നെ ഞാൻ വൈജ്ഞാനിക രംഗത്ത്, ആത്മീയ ജ്ഞാനത്ത് രംഗത്ത് നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അതാണ് എന്നിലേക്ക് ഉയർത്തുക എന്നാണ്. ഈ പരമമായതിലേക്ക് നിന്നെ ഞാൻ ഉയർത്തും. അതാണ് ഉയർത്തല്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്താണ് ആ ഉയർത്തല് എന്ന് ഞാൻ സൂചിപ്പിച്ചു. വമുതഹിറുക മിനല്ലദീന കഫറു എന്ന് പറയുന്നത്, നിന്നെ ഞാൻ ശുദ്ധീകരിക്കുകയും ചെയ്യും. പിന്നെ ശുദ്ധീകരിച്ച അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. നിന്നെ ഞാൻ ശുദ്ധീകരിക്കുകയും ചെയ്യും. ആ ശുദ്ധീകരണവും ശാരീരികമായ ശുദ്ധീകരണമല്ലല്ലോ. ഈസയെ അള്ളാഹു കഴുകി വൃത്തിയാക്കുന്നല്ലോ ഈസയുടെ ശരീരത്തെ. മറിച്ച് എന്താണ്, കുഫറുകളുണ്ട്. കുഫറിനാൽ മലിനമായ പോയ മനുഷ്യ മനസ്സുകളുണ്ട്. 7 തലങ്ങൾ, ആ 9 തലങ്ങളുണ്ട്. നമ്മൾ അശുദ്ധമാകുന്ന ഈ 9 തലങ്ങൾ. ഒരു തലം വേണമെങ്കിൽ ഞാൻ പറയാം. ഒരു തലം ഇമ്രാത്തുൽ അസീസ് എന്ന് പറയുന്ന തലമാണ്. നമുക്ക് ഇസ്സത്തിന്റെ, അതായത് നമ്മൾ മനസ്സിലാക്കിയ വ്യാജങ്ങളും കളവുകളും ഒക്കെ തന്നെയാണ് ശരിയെന്നും അതിനപ്പുറത്ത് അറിവില്ല എന്നും മനസ്സിൽ കിബ്റ് നടിക്കുകയും അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ അത് നമ്മുടെ മനസ്സിന്റെ ചിന്തയുടെ ഒരഴുക്കാണ്. അതാണ് ഇമ്രാത്തുൽ അസീസ്. അതാണ് അറിവിന്റെ വാതിൽക്കൽ നമ്മെ തടസ്സമായിട്ട് അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ തടസ്സമായി നിൽക്കുന്നത്. അതാണ് യൂസുഫിനെ തടഞ്ഞതുപോലെ. ഇനി വേറെ ഇങ്ങനെ 9 തലങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്. അത് അശുദ്ധമാണ്. ഈ റഹത്താണത്. ആ റഹത്തിൽ നിന്നുള്ള തെഹൂറിലേക്കുള്ള ശുദ്ധിയിലേക്കുള്ള യാത്ര. അങ്ങനെ ശുദ്ധിയാവുമ്പോഴേ നമുക്ക് ഈ പരമമായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതാണ് ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ എന്ന് ഖുർആൻ പറഞ്ഞത്. അല്ലാതെ മുസ്ഹഫ് ഒതുണ്ടാക്കിയിട്ടല്ലാതെ തുടരുത് എന്നല്ല. പരമയാഥാർത്ഥ്യങ്ങൾ ഒരാൾ ഉൾക്കൊള്ളണമെങ്കിൽ ഈ പറഞ്ഞ അഴുക്കുകളിൽ നിന്നൊക്കെ അവൻ മോചിതനാകണം. ഒരഴുക്ക് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരുപാട് വ്യാജങ്ങൾ, കളവുകൾ, കെട്ടുകഥകളൊക്കെ വെക്കുകയും അതിനപ്പുറത്ത് ഇനി ഒരു സത്യമോ യാഥാർത്ഥ്യമോ ഇല്ല എന്ന് ഞാൻ ശഠിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുകയും അതിൽ അഭിമാനം, ഇസ്സത്ത്, അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന വേളയിൽ ആണ് എൻ്റെ ഉള്ളിൽ ഒരു ഇമ്രാത്തുൽ അസീസ്, ഒരു ഇസ്സത്തിന്റെ കണ്ണാടി ഇരിക്കുന്നത്.
അങ്ങനെ ഒരു കണ്ണാടി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ ജ്ഞാനത്തിന്റെ വഴിയിലേക്ക്, മാർഗത്തിലേക്ക്, അതിന്റെ വാതിലിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഇങ്ങനെ 9 അഴുക്കുകളിൽ നിന്ന് ഒരു മനുഷ്യൻ അങ്ങനെ ശുദ്ധീകരിച്ച് കൊണ്ടുവരുന്നില്ല ഞാൻ എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർ ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും ഞാൻ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.